കാര്യം ഉറപ്പാണ്, CPM-നെ കുറിച്ച് പഠിച്ച ആർക്കും മനസ്സിലാകും പിണറായി വിജയൻ സഖാവ് അറിയാണ്ട് EP ജയരാജൻ യാതൊന്നും പറയില്ല. അതുകൊണ്ട് തന്നെയാണ് ശ്രീ ഹരിദാസൊക്കെ പറയുമ്പോൾ എനിക്ക് വിഷമമുള്ളത്. EP ജയരാജനെതിരെ ഒരു നടപടി ഉണ്ടാവില്ല. കാരണം പിണറായി ഈക്വൽ ടു EP ജയരാജൻ. EP ജയരാജനെ അതുകൊണ്ട് പല കുറി സംസ്ഥാനത്ത് ഇദ്ദേഹം രക്ഷിച്ചിട്ടുണ്ട്. കോടിയേരി സഖാവായിട്ടാണ് പിണറായിക്ക് ബന്ധമെങ്കിൽ പോലും EP-യെയും സംരക്ഷിച്ചു നിർത്തുന്ന ഒരു കാര്യം എന്നും പിണറായി വിജയൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് EP-യുടെ വലിയ നടപടിയിലേക്ക് പോകില്ല. ഒരുപക്ഷെ EP ജയരാജന് യാതൊരുവിധ ഒരു LDF കൺവീനറിന്റെ സ്ഥാനവും പോകാൻ സാധ്യതയില്ല. മറിച്ച് CPM-ഉം അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തകർച്ചയിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് ബലിയാടാക്കുക മാത്രമാണ് EP ജയരാജൻ മുന്നോട്ട് വന്ന് സ്വയം ഈ ആരോപണങ്ങൾ ഏറ്റെടുത്ത് ചെയ്തത് എന്നുകൂടി വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇതൊരു ചെറിയ ആരോപണമായിട്ട് കാണുന്നില്ല. ഇത് വലിയ ശക്തമായ പ്രതിഷേധമൊക്കെ ഉണ്ടായിട്ടാകും. പക്ഷേ തോൽവി എന്നുള്ള ഒരു മഹാപ്രശ്നം അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇപ്പോൾ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം 2.5 വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാനത്ത് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനൽ എന്ന രീതിയിൽ ഈ വോട്ടിംഗ് പാറ്റേണിനെ കണ്ടാൽ അത് മുഴുവൻ EP ജയരാജന്റെ കുറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തെ ഭരണകൂടത്തെ രക്ഷിച്ചെടുക്കുവാനായിട്ട് CPM നടത്തിയ ഒരു ഗൂഢാലോചനയും അതിൽ കെണിയായി ഒരുപക്ഷെ ദല്ലാളിനെ വരെ കെണിയാക്കുകയായിരുന്നു ശ്രീ പിണറായി വിജയനും EP ജയരാജനും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അടുത്ത ഒരു കാര്യം കൂടി ഞാൻ പറയാം. എനിക്ക് തോന്നുന്നില്ല ഈ പിണറായി വിജയനും അതുപോലെ തന്നെ BJP നേതൃത്വത്തിനും കൂടി എന്തെങ്കിലും ഇനി ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്, ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് നമ്മൾ നിശ്ചയിക്കുകയാണ് അവർ തമ്മിൽ ഇത്തരത്തിലൊരു സംവിധാനം വേണം, അല്ലെങ്കിൽ ഒരു കണക്ഷൻ വേണം, ഒരു ഡിസ്കഷൻ ഏരിയ വേണമെങ്കിൽ അതിന് ഈ ഹരിദാസൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അതിന് ഈ പറയുന്ന നന്ദകുമാറിനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെയാണ് ഉപയോഗിക്കുക എന്ന്? അവർക്ക് മറ്റുള്ള ആളുകളില്ലേ? ഒരു കാര്യം നോക്കൂ, കുറെ നാൾ മുമ്പ് നമുക്കറിയാം ആധ്യാത്മിക നേതാവായ ശ്രീ M-നെ പോലുള്ള മഹാന്മാരായ ഏറ്റവും ജനങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ഇത്തരത്തിലുള്ള ചർച്ചയ്ക്ക് എടുത്തിട്ടിരുന്നു. CPM-ഉം RSS-ഉം തമ്മിലുള്ള ഏകോപനം നടത്തുന്നത് ശ്രീ M ആണെന്ന് പറഞ്ഞ് ഇവിടുത്തെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം കുറച്ചു നാൾ മുമ്പ് കേട്ടു പത്മജ വേണുഗോപാലിനെ കൊണ്ടുവന്നത് മുൻ DGP ആയിരുന്ന ബെഹ്റ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ആരോപണം കേട്ടു. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഒരുപക്ഷെ ആരോപണങ്ങൾക്ക് വേണ്ടിയാൽ പോലും ഇത്ര മഹാന്മാരായ, ഇത്ര സീനിയറായ വലിയ ചിന്തകരും പ്രഭാഷകരും അല്ലെങ്കിൽ ആധ്യാത്മിക നേതാക്കളും അതുപോലെ തന്നെ DGP ആയി തന്നെ പ്രവർത്തിച്ചിരുന്ന വലിയ ഓഫീസേഴ്സും ഈ കാലഘട്ടത്തിൽ ഉള്ളപ്പോൾ ഇത്തരം ആളുകളെ ഒന്നും ഉപയോഗിച്ച് ഇവർ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് പോവില്ല. അതിന് രഹസ്യ സ്വഭാവം ഉണ്ടാവില്ല എന്ന് ആൾക്കറിയാം, ഒരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മളെക്കാളൊക്കെ ബുദ്ധിപരമായും എല്ലാം കഴിവും എല്ലാം ഉള്ള അവർ ഇത്തരം ചാനലുകൾ ഉപയോഗിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഈ EP ജയരാജനെയും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനെയും ശ്രീ അനിൽ ആന്റണിയെയും ഒരു തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അവരുടെ ഒരു ഉയർച്ച ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു വിഭാഗം അല്ലെങ്കിൽ കോൺഗ്രസ് കൃത്യമായി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഒരു തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഒരു ഡൈവേർട്ട് ചെയ്യാനായിട്ട് ഒരു ചർച്ചകൾ ഡൈവേർട്ട് ചെയ്യാനായിട്ട് വെച്ച ഒരു പോൺ മാത്രമാണ്. അല്ലെങ്കിൽ അല്ല ശിവശങ്കർ, അങ്ങനെയാണെങ്കിൽ ഈ ദല്ലാൽ നന്ദകുമാർ ആരുടെ മൗത്ത് പീസ് ആയിട്ടാണ് പ്രവർത്തിച്ചത്? ഞാൻ വിശ്വസിക്കുന്നത് ഈ ആരോപണങ്ങളെല്ലാം വന്നത് ശോഭാ സുരേന്ദ്രനെതിരാണ്. കാരണം അനിൽ ആന്റണിക്കെതിരെയും ശോഭാ സുരേന്ദ്രനെയും വന്ന ആരോപണങ്ങളെല്ലാം മുനയൊടിച്ചുകൊണ്ടാണ് അവരുടെ രണ്ടുപേരുടെയും പ്രസ്ഥാനം. അദ്ദേഹം അത് ശ്രീ നന്ദകുമാർ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഈ പണം മേടിച്ചത് സ്ഥലം മേടിക്കാനാണ്, ആ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുകയും ചെയ്തു. വളരെ വലിയ നേട്ടം. EP ജയരാജനുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലും നന്ദകുമാറിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. EP ജയരാജനുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ നന്ദകുമാറിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ? കാരണം അദ്ദേഹം കോൺഗ്രസിനെ ഒട്ടും സ്പെയർ ചെയ്തിട്ടില്ല, ഇത് ചെയ്തിട്ടില്ല. ഇദ്ദേഹത്തിന്റെ മുൻകാലം നോക്കൂ. CPM-നെതിരെ കോൺഗ്രസിന്റെ ചില ഗ്രൂപ്പ് ഭാഗമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അതുപോലെ തന്നെ VS അച്യുതാനന്ദന് വേണ്ടിയിട്ട് ലാവലിൻ കേസിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ചില ടാർഗറ്റുകൾ നിശ്ചയിച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കോൺഗ്രസ് അനുകൂല ഒരു രീതിയാണോ എന്ന് ഞാൻ തീർച്ചയായും സംശയിക്കും.